Hello everyone, welcome to G-Pod. It's me, you and Nafi. Yes, അപ്പോൾ നിങ്ങൾ +1 അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ +1 അപ്ലൈ ചെയ്തത്? ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ +1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ +1 അപ്ലൈ ചെയ്ത ആളുകളുടെ ഡൗട്ടാണ് ഈ കമ്മ്യൂണിറ്റി കോട്ടയും മാനേജ്മെൻറ്റ് കോട്ടയുമായിട്ട് ബന്ധപ്പെട്ടില്ല. അതിലെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, ഏത് സമയമാണ് അതിനുള്ളത് നോക്കിയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയും മാനേജ്മെൻറ്റ് കോട്ടയുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൾറെഡി പ്രോസ്പെക്റ്റിൽ കാണാം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ. അതായത് ഹയർ സെക്കൻഡറിയിൽ +1 നമുക്ക് എന്ത് ചെയ്യാം, എയ്ഡഡ് സ്കൂൾ, ഗവൺമെൻറ് സ്കൂൾ എന്തില്ല, കമ്മ്യൂണിറ്റി കോട്ടയും മാനേജ്മെൻറ്റ് കോട്ടയും ഇല്ല. എയ്ഡഡ് സ്കൂളാണ് എന്തുള്ളത്, കമ്മ്യൂണിറ്റി കോട്ടയും മാനേജ്മെൻറ്റ് കോട്ടയും ഉണ്ടത്. അപ്പോൾ അതായത് ആർക്കാണ് അതിനുള്ള അധികാരം, മാനേജ്മെൻറ്റ്. അത് ഓരോ സ്കൂളിനും ഒരു മാനേജ്മെൻറ്റ് ഉണ്ടാവും. ആ മാനേജ്മെൻറ്റാണ് എന്ത് തീരുമാനിക്കുന്നത്, ആ സ്കൂളിലേക്ക് ആർക്കൊക്കെ കമ്മ്യൂണിറ്റി കോട്ടയിലും മാനേജ്മെൻറ്റ് കോട്ടയിലും അഡ്മിഷൻ കൊടുക്കണം എന്ന്. സംസ്ഥാനത്തെ എല്ലാ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകൾ എത്രയാണ്, 20%. അതായത് 100 സീറ്റ് ഉണ്ടെങ്കിൽ ആകെ എത്രയാണുള്ളത്, 20 സീറ്റ് മാത്രമേ ഈ ഒരു കോട്ടയിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇത് ഈ ഒരു കോട്ടയിലേക്കുള്ള അഡ്മിഷനും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആരാണ്, അതത് സ്കൂളിലെ പ്രിൻസിപ്പൽമാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ് കോട്ടയിലോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സ്കൂളിൽ പോയിട്ടാണ് ഇതിനുള്ള ഫോം എന്ത് ചെയ്യേണ്ടത്, വാങ്ങേണ്ടത്. അതായത് മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്നും ആവശ്യമായി ലഭിക്കുന്ന പ്രത്യേക ഫോം പൂരിപ്പിച്ച് അത് സ്കൂളിൽ, അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ മാനേജ്മെൻറ്റ് ചേരാൻ താല്പര്യമുള്ളത്, നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ കമ്മ്യൂണിറ്റി കോട്ടയിൽ ചേരാൻ താല്പര്യമുള്ളത്, ആ സ്കൂളിൽ പോയിട്ട് വേണം നിങ്ങൾ എന്ത് വാങ്ങാൻ, ഫോം വാങ്ങാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, പിന്നോക്കയുടെ ഹയർ സെക്കൻഡറി സ്കൂൾ, ന്യൂനപക്ഷ ഹയർ സെക്കൻഡറി സ്കൂൾ തെളിയിക്കുന്നതിനായിട്ട് SSLC സർട്ടിഫിക്കറ്റിലെ സമുദായ വിവരം മതിയാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഓരോ കമ്മ്യൂണിറ്റി അവരുടെ അണ്ടറുള്ള സ്കൂളുകൾ ഉണ്ടാവും. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയാണ് തെളിയിക്കാൻ എന്ത് മതി, SSLC സർട്ടിഫിക്കറ്റ് തന്നെ മതി. SSLC സർട്ടിഫിക്കറ്റ് എന്തുണ്ടാവും, നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയിലെന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി തെളിയിക്കാൻ എന്ത് മതി, SSLC സർട്ടിഫിക്കറ്റ് മതി. അപ്പം അതത് സമുദായത്തിൽപ്പെട്ട അതത് കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾക്കായിരിക്കും ആ സ്കൂളിൽ എന്ത് ചെയ്യുക, അഡ്മിഷൻ കിട്ടുക. അപ്പോൾ ഒരു സ്കൂൾ ഏത് കമ്മ്യൂണിറ്റിക്ക് അണ്ടറിലാണോ ആ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്ക് മാത്രമേ ആ സ്കൂളിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആകെ 20% സീറ്റുള്ള, അതായത് 100 സീറ്റുള്ള സ്കൂളാണെങ്കിൽ 20 സീറ്റായിരിക്കും എന്തിനായിട്ട് മാറ്റി വെക്കുക, ഈ കോട്ടയ്ക്കായിട്ട് മാറ്റി വെക്കുക എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ സീറ്റ് വാങ്ങി നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എന്താണ് വേറെ കമ്മ്യൂണിറ്റിയാണ് കണ്ടാൽ നിങ്ങളുടെ അഡ്മിഷൻ എന്ത് ചെയ്യും, റദ്ദാക്കുന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതായത് നിങ്ങൾ ഓരോ കമ്മ്യൂണിറ്റി, ഇപ്പോൾ നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയിലാണോ ആ കമ്മ്യൂണിറ്റിയുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂൾ ഉണ്ടാവും. ആ സ്കൂളാണ് നമുക്ക് എന്തിന് അപ്ലൈ ചെയ്യാൻ പറ്റുക, കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഈ കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് ഏകജാലകവുമായിട്ട് ബന്ധമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സിംഗിൾ വിൻഡോ സിസ്റ്റവുമായിട്ട് ബന്ധമില്ല. നിങ്ങൾ ഏത് സ്കൂളിലെ കമ്മ്യൂണിറ്റിയിലാണോ ചേരാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയാണോ ആ കമ്മ്യൂണിറ്റി അണ്ടറുള്ള സ്കൂളാണോ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ സ്കൂളിൽ പോയിട്ട് ഫോം വാങ്ങുക. അത് ഡേറ്റ് ഓരോ സ്കൂളിലും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ നിന്ന് വിളിച്ചു ചോദിക്കുക, കമ്മ്യൂണിറ്റി കോട്ടയുടെ ഫോം കൊടുത്തു തുടങ്ങിയിട്ടുണ്ടോ എന്നെങ്കിൽ നിങ്ങൾ നേരിട്ട് സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫോം വാങ്ങിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. മാനേജ്മെൻറ്റ് കോട്ടയ്ക്ക് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളാണോ കമ്മ്യൂണിറ്റി കോട്ടയിൽ മാനേജ്മെൻറ്റ് കോട്ടയിലും ചേരാൻ ആഗ്രഹിക്കുന്നത് ആ സ്കൂളിൽ നിങ്ങൾ വിളിച്ച് നോക്കുക. എന്നിട്ട് അവിടുന്ന് ഫോം കൊടുക്കുന്നുണ്ടെങ്കിൽ ഫോം വാങ്ങിയിട്ട് അവിടെ തന്നെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, നിങ്ങൾക്ക് ആ സ്കൂളിൽ കിട്ടിയേക്കാം. പക്ഷേ 100 വെറും 20% സീറ്റ് മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ, ബാക്കി വെക്കുള്ളൂ. അപ്പോൾ 20% സീറ്റ് ഈ കോട്ടയിൽ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ nafi.edu.pod എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ SSLCയിലെ A+ കിട്ടിയ കുട്ടികളുടെ A+കളുടെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. അപ്പോൾ നിങ്ങൾ +1 സയൻസ് എടുക്കുകയാണെങ്കിൽ, കൊമേഴ്സ് എടുക്കുകയാണെങ്കിൽ, ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, +1 നമ്മളെ കൂടെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചോ, കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് ഏകജാലകമായിട്ട് ബന്ധമില്ല. നിങ്ങൾ ഏത് സ്കൂളാണ് കമ്മ്യൂണിറ്റി കോട്ടയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ സ്കൂളിൽ ഫോം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, ഫോം വാങ്ങിയിട്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. വീണ്ടും കാണാം, അതിലേക്കും ബൈ.